തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF വലിയൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. അതിന് നേതൃത്വം നൽകിയ കെ മുരളീധരൻ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, വലിയൊരു തിരിച്ചുവരവ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്താകമാനം കോൺഗ്രസിന് വലിയൊരു തിരിച്ചറിവ് വരുത്താനും കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് തിരുവനന്തപുരം? ഈ തെരഞ്ഞെടുപ്പിൽ UDF തരംഗമാണ് കേരളത്തിൽ ആഞ്ഞു വീശിയത്. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമാണ് BJP പിടിച്ചെടുത്തത്. അതിൻ്റെ കാരണം ഈ PM ശ്രീയിൽ ഒപ്പുവെച്ച മന്ത്രി ഈ സിറ്റിയിലുള്ള ആളാണ്. അപ്പോൾ ഇവർ തൊട്ടുകൂടാത്തവരല്ലാതെ ഒരു ഫീലിംഗ് CPM-കാർക്കുണ്ടായി. അതിൻ്റെ ഒരു ദുരന്തമാണ് ഈ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത്. പക്ഷേ UDF കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 10 ഉണ്ടായിരുന്നത് ഞങ്ങൾ വർദ്ധിപ്പിച്ചു തവണ. കാരണം എല്ലാവർക്കും സീറ്റ് കുറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് വർദ്ധിച്ചു. അപ്പോൾ അതുകൊണ്ട് മോശമല്ലാത്ത പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൽ ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരെ UDF പ്രവർത്തകരെ അഭിനന്ദിക്കുകയാണ്. അവരുടെ നിസ്വാർത്ഥ സേവനമാണ് ഇത്രയും നല്ല ഒരു പെർഫോമൻസ്. ഈ 2 മല്ലന്മാരുടെ ഇടയിലും പിടിച്ചു നിൽക്കാൻ UDF-ന് കരുത്ത് നൽകിയത് ആ പ്രവർത്തകരുടെ ശക്തമായിട്ടുള്ള അവരുടെ പ്രവർത്തനം, ഹൈക്കമാൻഡ്, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ നൽകിയ സഹായ സഹകരണം. ഇതാണ് ഞങ്ങളുടെ ഇത്രയും ഒരു നല്ലൊരു പെർഫോമൻസിൽ എത്താൻ കാരണം. ഏറ്റവും പ്രധാനം കൈവിട്ടു പോയിരുന്ന വാർഡുകളൊക്കെയും തിരിച്ച് മുട്ടട അടക്കമുള്ള വാർഡുകളൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടാണ്. ഒരു എണ്ണം പറഞ്ഞ അല്ലെങ്കിൽ വാർഡുകൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നതും ഒരു വലിയ നേട്ടം. തീർച്ചയായിട്ടും. കാരണം മുട്ടട ഇതുവരെ ഞങ്ങൾ കുറേ കാലമായിട്ട് ജയിക്കുന്നില്ല. അസംബ്ലി പാർട്ടികൾ ലീഡ് ചെയ്യും, കോർപ്പറേഷൻ തോൽക്കും. ഇത്തവണ വൈഷ്ണ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് 10-300 വോട്ടിന് ജയിക്കാൻ കഴിയും. ഒപ്പം തന്നെയാണ് ഇനിയിപ്പോൾ BJP ലീഡ് ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ ആ സമയത്ത് അവരുടെ ഒരു ഭരണത്തിലേക്കാണെങ്കിൽ അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അവരുടെ വിലയിരുത്തലുകൾ ഒപ്പയായി BJP കോൺഗ്രസും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അല്ല, ഞങ്ങൾ ഒരു ക്രിയാത്മകമായിട്ട് പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കും. നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങൾ പിന്തുണ നൽകും. നഗരത്തിന് വികസനത്തിന് ശ്രമിക്കുന്നതിന് പകരം വെറും തറ രാഷ്ട്രീയം കളിച്ചാൽ ഞങ്ങൾ ശക്തമായിട്ട് നേരിടും. കോർപ്പറേഷനിൽ നേരത്തെ LDF-ന് ഉണ്ടായിട്ടുള്ള ഒരു വലിയ പരാജയം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പ്രചരണത്തിൽ പോലും കാണാത്തൊരു സാഹചര്യം, അത് അവർക്ക് തിരിച്ചറിവുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അത് ആര്യ രാജേന്ദ്രൻ ഇറങ്ങാതിരുന്നപ്പോൾ തന്നെ അവർ പകുതി തോറ്റു കഴിഞ്ഞു. പിന്നെ അവരുടെ BJP അനുകൂലമായിട്ടുള്ള അവരുടെ നിലപാടുകളും അവരുടെ പരാജയത്തിന് കാരണങ്ങളൊന്നായി മാറി. BJP ഇപ്പം കോർപ്പറേഷനിലേക്ക് ഭരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ UDF നേരത്തെ പറഞ്ഞു ക്രിയാത്മകമായി തന്നെ ഒപ്പമുണ്ടാകും. ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കും. നഗരത്തിൻ്റെ വികസനത്തിന് അവരെങ്ങനെ പ്രവർത്തിച്ചാലും ഞങ്ങൾ നഗര വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെ നഗര വികസന കാര്യത്തിൽ ഞങ്ങൾ പിന്താങ്ങും. ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണ രംഗത്തേക്ക് സജീവമായി വന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിൻ്റെ ഒരു നേട്ടം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ 2 മല്ലന്മാർക്കിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ആ സ്ട്രാറ്റജിയാണ് ഞങ്ങളെ ഇത്രയും മുന്നോട്ടെത്തിച്ചത്. തന്നെയാണ് എല്ലാവിധ ആശംസകളും. ഇതുതന്നെയാണ് കോർപ്പറേഷനിൽ BJP-ക്ക് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് കെ മുരളീധരൻ നൽകുന്നത്. എന്തുതന്നെയായാലും വലിയൊരു മുന്നേറ്റം നടത്താൻ കോർപ്പറേഷനിൽ വലിയൊരു തിരിച്ചുവരവ് നടത്താൻ UDF-ന് കഴിഞ്ഞിരിക്കുന്നു. ക്യാമറമാൻ സനലിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.